എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് വില്വമംഗലത്തിന്റെ ശ്ലോകങ്ങൾ നോക്കാം. 80 ശ്ലോകങ്ങൾ ഒന്നാം സർഗത്തിലേത് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു. ഒന്നാം സർഗത്തിൽ 110 ശ്ലോകങ്ങളാണ്. 109 110 ഓർമ്മയില്ല. അത്രയും ശ്ലോകങ്ങളാണുള്ളത്. ഒരു 10-20 ശ്ലോകം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാം സർഗത്തിന്റെ അവസാനം എത്തി നമ്മൾ. അപ്പോ ഈ 81ാമത്തെ ശ്ലോകം നോക്കാം. അതും വസന്ത തിലകം വൃത്തത്തിലാണ് ഉള്ളത്. സോയം മുനീന്ദ്രജനമാനസതാപഹാരി സോയം മദവ്രജവധൂവസനാപഹാരി സോയം തൃതീയ ഭുവനേശ്വരദർപ്പഹാരി സോയം മദീയ ഹൃദയാംബുരുഹാപഹാരി. അതിന്റെ തർജ്ജമയും നോക്കാം. വന്ദ്യം മുനീന്ദ്രരുടെ ദുഃഖമെതും ഹനിപ്പോൻ ഗോപീജനങ്ങളുടെ വസ്ത്രമെടുത്ത ചോരൻ ദേവേന്ദ്രദർപ്പമടിയോടെ മുടിച്ച ശൂരൻ എൻ മാനസാബ്ജഹരകൻ പ്രിയനെന്റെ കണ്ണൻ. എന്തൊക്കെയോ കുറെ അപഹരിച്ചു കണ്ണൻ. ഈ ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് അപഹരിച്ചു എന്നാണ് പറയണത്. എന്തൊക്കെയാണ്, ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് അപഹരിച്ചത് എന്ന് നോക്കാം നമുക്ക്. കള്ളൻ എന്നാണല്ലോ പേര്, അല്ലേ? കള്ളൻ, കള്ളകൃഷ്ണൻ അല്ലെങ്കിൽ ചോരൻ എന്നൊക്കെയാണ്. മാനസചോരൻ എന്നും പേരുണ്ട്. ഇനി ഇതിലെന്തൊക്കെയാണ്, ഈ വില്ലുമംഗലം എന്തൊക്കെയാണ് പറയണത് എന്ന് നോക്കാം. സോയം മുനീന്ദ്രജനമാനസതാപഹാരി. തപസ്സുകൊണ്ട് അതുപോലെ വ്രതാനുഷ്ഠാനങ്ങള് ഒക്കെ കൊണ്ടും ഭഗവാനെ ഉപാസിക്കുന്നവര് ആണ് മുനിമാര്. അവർക്ക് മനസ്സിൽ രാഗദ്വേഷാദികളൊന്നുമില്ല. അങ്ങനെയുള്ള മുനിമാരാണ്. അവരുടെ മനസ്സിനെ അപഹരിക്കുക. അവരുടെ മനസ്സിലങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കും ഭഗവാൻ. അപ്പോ അവർക്ക് പിന്നെ ഈ യാതൊരു സങ്കടങ്ങളും ഇല്ല. അപ്പൊ അവരുടെ അങ്ങനെയുള്ള എല്ലാ സങ്കടങ്ങളും ഉണ്ടാവില്ല. എന്നാലും ഭഗവാനെ അങ്ങോട്ട് കണ്ടാൽ പിന്നെ ഈ ലോകം തന്നെ മറക്കും. ഈ ലോകത്തെ സങ്കടങ്ങളൊന്നും അവർക്കില്ല. അപ്പൊ അവരുടെ സങ്കടങ്ങളൊക്കെ ഹരിച്ചു എന്ന് പറഞ്ഞാൽ അപഹരിച്ചു ഭഗവാൻ. ഒന്ന്. അടുത്തതെന്താ? സോയം മദവ്രജവധൂ വസനാപഹാരി. വസ്ത്രം അപഹരിച്ചു. ആരുടെ? ഗോപസ്ത്രീകളുടെ, അല്ലെ? എങ്ങനെയുള്ള ഗോപസ്ത്രീകളുടെ? ഈ മുനിമാരുടെ സങ്കടം തീർത്ത ഈ ഭഗവാൻ തന്നെയാണ് ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചത് എന്നാണ് വില്ലുമംഗലം പറയണത്. ഇദ്ദേഹം തന്നെയാണ് അതും ചെയ്തത് എന്ന്. ഭഗവാനിൽ അനുരക്തകളായിട്ടുള്ള ഗോപസ്ത്രീകള്, ലജ്ജാവതികളായിട്ടുള്ള ഗോപസ്ത്രീകള്, അവര് കുളിക്കാനായിട്ട് ഇറങ്ങി വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ടാണ് കുളിച്ചത്. അപ്പോ അവരറിയാതെ മെല്ലെ വന്നിട്ട് ആ വസ്ത്രങ്ങളെല്ലാം എടുത്ത് കടമ്പിന്റെ മുകളിൽ ഒളിച്ചു വെച്ചതും ഇദ്ദേഹം തന്നെ എന്നാണ് പറയണത്. എന്തുകൊണ്ട് അങ്ങനെ വസ്ത്രം എടുത്തു കൊണ്ടുപോയി? അവർക്ക് അവരുടെ മതം അപഹരിച്ചു. അവര് വലിയ സുന്ദരികളാണ്, യൗവനയുക്തകളാണ് എന്നൊക്കെയുള്ള ഒരു മതം, അഹങ്കാരം ഒക്കെ അവർക്ക് കുറേശ്ശെ ഇങ്ങനെ മനസ്സിലുണ്ടാവും. ഞാൻ വലിയ നല്ല സുന്ദരിയാണ് എന്നുള്ള ഒരു തോന്നല് മനസ്സിലുണ്ടായിരുന്നു. അപ്പോ യൗവനമതം കൊണ്ട് യൗവനമതം കൊണ്ടുള്ള ഗോപസ്ത്രീകളാണ്. അപ്പോ അവരുടെ വസ്ത്രങ്ങൾ അപഹരിച്ചത് എന്തിനാ? വസ്ത്രമില്ലാതെ വെള്ളത്തിലിറങ്ങാൻ പാടില്ല. വസ്ത്രം കൊടുത്തേ വെള്ളത്തില്. എല്ലാ വെള്ളവും ഗംഗാജലാണ് എന്ന് ഞാൻ മുത്തശ്ശിക്കഥ പറയുമ്പോ പറഞ്ഞിട്ടുണ്ട്, പറയപ്പെട്ട പന്തിരകുലത്തില്. അതുപോലെ പൂന്താനത്തിന്റെ ഇതിലും പറഞ്ഞിട്ടുണ്ട്, ഗംഗയില് എല്ലാ വെള്ളവും ഗംഗാജലാണ്. അപ്പോ ഈ വെള്ളത്തില് ഇറങ്ങുമ്പോ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത് പൂന്താനത്തിന്റെ
കഴിഞ്ഞ ശ്ലോകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വസ്ത്രമില്ലാതെയാണ് വെള്ളത്തിലിറങ്ങി മതിക്കുകയായിരുന്നു. അപ്പോ ഭഗവാൻ അവരുടെ മതം അപഹരിച്ചു എന്നാണ്, ആ വസ്ത്രങ്ങൾ കവർന്നിട്ട് അവരുടെ മതമാണ് കവർന്നത് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്ടായേ? ദേവേന്ദ്രദർപ്പം അടിയോടെ മുടിച്ച ശൂരനാണ്. അതാണ് ശ്രീലകൻ സാർ അതില് തർജ്ജമ കൊടുത്തിരിക്കുന്നത്. സ്വയം തൃതീയ ഭുവനേശ്വരദർപ്പഹാരി. ദേവലോകത്തിന്റെ അധിപനായിട്ടുള്ള ദേവേന്ദ്രന്റെ ഗർവത്തെ നശിപ്പിച്ചു. അന്ന് 7 ദിവസം പെരുമഴ പെയ്യിച്ചിട്ടും ഗോകുലത്തിനെ വെള്ളത്തിൽ മുക്കാൻ പറ്റിയില്ല ദേവേന്ദ്രന്, അല്ലെ? ആ ഗോവർദ്ധനം എടുത്ത് ചെറുവിരലിൽ എടുത്തുയർത്തി അവിടെ നിന്നു. 7 ദിവസം അനങ്ങാതെ നിന്നു. പെരുമഴ പെയ്യിച്ച് ദേവേന്ദ്രൻ മടുത്തു. മഴമേഘങ്ങളോടൊക്കെ തിരിച്ചു പോരാൻ പറഞ്ഞു, ഇല്ലേ? അപ്പോ ആ ദേവേന്ദ്രന് അഹങ്കാരം ശമിച്ചു. അങ്ങനെ ദേവേന്ദ്രന്റെ അഹങ്കാരവും അപഹരിച്ചു. അങ്ങനെയൊക്കെയുള്ള ഭഗവാൻ പിന്നെ ഒന്നും കൂടി അപഹരിച്ചു. എന്താ ഉണ്ടായത്? എൻ മാനസാബ്ജഹരകൻ സ്വയം മദീയ ഹൃദയാംബുരുഹാവഹാരി. എന്റെ ഹൃദയമാകുന്ന താമരപ്പൂവിനെ, എന്റെ ഹൃദയ കമലത്തെ അപഹരിച്ചു, അല്ലെങ്കിൽ വശീകരിച്ചു എന്നർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള ഈ അപഹരണങ്ങളാണ് ഭഗവാൻ നടത്തുന്നത് എന്നാണ് വില്വമംഗലം പറയുന്നത്. ശ്രീകൃഷ്ണൻ പരമാത്മാവാണ്, ഭക്തജനപ്രിയനാണ്. അഹങ്കാരം എന്ന് വെച്ചാൽ ദുരഹങ്കാരത്തെ ശമിപ്പിക്കുന്നതാണ്. ആവശ്യമില്ലാത്ത അഹങ്കാരങ്ങളുണ്ട്, ദുരഹങ്കാരം, നന്നല്ലാത്ത അഹങ്കാരങ്ങള് നശിപ്പിക്കുന്ന സാധുക്കളെ സംരക്ഷിക്കുന്നവനും ആണ് എന്നാണ് പറയണത്. അപ്പോ ഇങ്ങനെയുള്ള എല്ലാമായ ഭഗവാൻ എന്റെ ഹൃദയകമലത്തെയും വശീകരിച്ചു, അല്ലെങ്കിൽ അപഹരിച്ചു എന്നാണ് ഈ വില്വമംഗലം പറയണത്. ഇതില് ആ 2 കഥകളും സൂചിപ്പിച്ചിട്ടുണ്ട്. ഗോപി വസ്ത്രാപഹരണവും ഗോവർദ്ധനോദ്ധാരണവും സൂചിപ്പിച്ചിട്ടുമുണ്ട് ഈ ഒരു ശ്ലോകത്തില്. അടുത്ത ശ്ലോകത്തില് ജ്ഞാനികളിൽ ജ്ഞാനിയും മുഗ്ധന്മാരിൽ മുഗ്ധനും ആണ്. എല്ലാം അറിയുന്നയാളാണ്. എല്ലാറ്റിന്റെ അറിവിലും ഒന്നിന്റെയും അറിവില്ലായ്മയിലും ഉള്ള ഭഗവാനാണ് എന്നാണ് പറയണത് അടുത്ത ശ്ലോകത്തില്. അങ്ങനെയുള്ള ഭഗവാനെ പറ്റി എന്താ പറയണേ എന്ന് നോക്കാം. 82-ാമത്തെ ശ്ലോകം പഥ്യാവക്ത്രം എന്നുള്ള ഒരു വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. സർവജ്ഞത്വേച മൗഗ്ധേച സാർവഭൗമമിദം മമ നിർവിശന്നയനം തേജോ നിർവാണപദമശ്നുതേ. സർവജ്ഞൻ സുന്ദരൻ സാർവഭൗമൻ തേജോമയൻ പുരാൻ തന്നിലൻ കൺകൾ ചേരുമ്പോൾ ബ്രഹ്മാനന്ദം പരം സുഖം. എല്ലാറ്റിന്റെയും അറിവിലും ഒന്നിന്റെയും അറിവില്ലായ്മയിലും, മുമ്പ് കഴിഞ്ഞതിനെ പറ്റിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയും അതുപോലെ ഇനി വരാനുള്ളതിനെ പറ്റിയും 3 കാലങ്ങളെ പറ്റിയും അറിയുന്നവനാണ്. 3 കാലങ്ങളെ പറ്റി അറിയുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ സൗന്ദര്യ സർവസ്വാണ്, തേജോമയനാണ് ശ്രീകൃഷ്ണൻ. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. സൗന്ദര്യം തേജസ് കൊണ്ട് അങ്ങനെ ശോഭിക്കുന്നയാളാണ്. അങ്ങനെയുള്ള ഭഗവാനില് ഈ മനസ്സ്, എന്റെ കണ്ണുകള് എന്ന് പറഞ്ഞാൽ മനസ്സ് ആദ്യം ലയിക്കും, അത് കഴിഞ്ഞേ കണ്ണുകൾ ആവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കണ്ണുകൾ രണ്ടും
ഇപ്പോ എന്റെ ഈ രണ്ട് കണ്ണുകളും ബ്രഹ്മാനന്ദത്തെ നുകർന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത്. ഈ ബ്രഹ്മാനന്ദം എന്റെ കണ്ണുകള് ഈ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം 83 ഇന്ദ്രവജ്രാവൃത്തത്തിലാണ്. പുഷ്ണാനമേതൽ ഉഷ്ണേതരാംശോരുദയം മുഖേന്തോ തൃഷ്ണാംബുരാശിം ദ്വിഗുണീകരോതി കൃഷ്ണാഹ്വയം കിഞ്ചന ജീവിതം മേ. അതിന്റെ തർജ്ജമ നോക്കാം. ഏവർക്കുമാനന്ദമെഴും മുഖേന്ദു തൻ ശോഭ വീണ്ടും തെളിവാർന്ന ദേവൻ കൃഷ്ണാഖ്യൻ എൻ ജീവൻ എനിക്കു സർവമെല്ലാർക്കും ആനന്ദമിരട്ടിയാക്കും. ആരുടെയും മനസ്സിനെ കുളിർപ്പിക്കത്തക്ക വിധം പുഞ്ചിരി തൂകുന്ന, അത് നമ്മൾ മുമ്പേയും കേട്ടിട്ടുണ്ട് ഭഗവാന്റെ പുഞ്ചിരിയെ പറ്റി വർണ്ണിക്കുന്നത്. പുഞ്ചിരിയാകുന്ന തൂനിലാവിനെ നാലുപാടും പ്രസരിപ്പിക്കുകയാണ് അത്രേ ഭഗവാൻ. ആരുടെ മനസ്സിനെയും കുളിർപ്പിക്കും ആ പുഞ്ചിരിയാകുന്ന പൂനിലാവ് എന്നാണ് പറയണത്. അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്ന മുഖചന്ദ്രൻ, മുഖമാകുന്ന ചന്ദ്രനിൽ നിന്ന് പുഞ്ചിരിയാകുന്ന പൂനിലാവ് അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കാന്തി പൂരം പ്രസരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ. കാന്തിപൂരത്തോട് കൂടിയതാണ് ശ്രീകൃഷ്ണൻ എന്ന് അങ്ങനെ ശ്രീകൃഷ്ണൻ എന്നു പേരോട് കൂടിയത് ആള് എന്റെ ജീവിത സർവസ്വമാണ്, അമേയ തേജസ്സാണ്, എന്തെല്ലാമാണ് വർണ്ണന. എന്റെ ആഗ്രഹത്തെ ഇരട്ടിയാക്കി എന്ന്. എന്താ വെച്ചാല് ഇപ്പൊ ഈ ഭഗവാൻ ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ പാനം ചെയ്യാണ് എന്ന് പറഞ്ഞല്ലോ മുമ്പത്തെ ശ്ലോകത്തില്. അപ്പൊ ഇപ്പൊ ഈ ആഗ്രഹം ഇങ്ങനെ ദ്വിഗുണീഭവിച്ചു, ഇരട്ടിയായി എന്നാണ് പറയണത്. ശ്രീകൃഷ്ണൻ എന്ന ആ ഒരു ഭഗവാനെ കാണാനുള്ള ആഗ്രഹമാകുന്ന സമുദ്രത്തെ ഇരട്ടിപ്പിക്കുന്നു എന്നാണ് പറയണത്. ചന്ദ്രോദയത്തില് സമുദ്രത്തില് വേലിയേറ്റം ഉണ്ടാവുന്നത് പോലെയാണ് എന്നാണ് പറഞ്ഞത്. എന്റെ മനസ്സില് പുഞ്ചിരി പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കൃഷ്ണമുഖചന്ദ്രൻ, കൃഷ്ണന്റെ മുഖമാകുന്ന ചന്ദ്രന്റെ ഉദയം എന്റെ മനസ്സില് പിന്നെയും കാണാനുള്ള മോഹം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു ശ്ലോകത്തിലും പറയണത്. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.